നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ, ഞാനാ പാർവതി, പ്രിയൻ. ബിസിയാണല്ലോ. ചേട്ടാ ഉറങ്ങായിരുന്നോ? നല്ല ഉറക്കായിരുന്നു. നാട് മുഴുവൻ കറങ്ങിയതല്ലേ, അതുകൊണ്ടായിരിക്കും നല്ല ക്ഷീണം. ഞാൻ കിടന്നപ്പോ തന്നെ ഉറങ്ങിപ്പോയി. പ്രിയൻചേട്ടൻ എന്താ ഈ നേരത്ത്? എന്തേലും അത്യാവശ്യ കാര്യം പറയാനുണ്ടോ? ഉണ്ട്. എനിക്ക് പാറുവിനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താ പ്രിയൻചേട്ടാ? പാറുവിനറിയോ, ദൈവം സ്വന്തം രൂപത്തിൽ സൃഷ്ടിച്ചത് മനുഷ്യരെ മാത്ര. ഭൂമിയിലുള്ള വേറെ ഒരു ജീവിക്കും ദൈവം സ്വന്തം രൂപം കൊടുത്തിട്ടില്ല. പ്രിയൻചേട്ടന് ഇത് എന്ത് പറ്റി? ഉറക്കത്തിന്ന് വിളിച്ചുണർത്തി കിറുക്ക് പറയുന്ന? കിറുക്കല്ല, പിന്നെ ദൈവം സ്വന്തം രൂപത്തിന്റെ കൂടെ സ്വന്തം മനസ്സും കൊടുത്ത് ഒരാളെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. ആര്? അയാളെ ബർത്ത്ഡേ വിഷയം വേണ്ടിയാ 12 മണിയാവുന്നത് നോക്കി ഞാൻ ഉറങ്ങാതിരുന്നത്. എന്താ ഒന്നും പറയാത്തെ? ഞാൻ ഇത്രയും പറഞ്ഞിട്ടും പാറുവിനൊന്നും മനസ്സിലായില്ലേ? 12 മണിയായി. പാറുവിനെ വിഷയം വേണ്ടിയാ ഞാൻ വിളിച്ചത്. അതിനെന്തിനാ ചിരിക്കുന്നേ? പ്രിയൻചേട്ടൻ എന്താ പറഞ്ഞ? എനിക്ക് ദൈവത്തിന്റെ മനസ്സാണെന്നോ? എന്താ സംശയം? സ്വന്തം കുടുംബത്തിന് വേണ്ടി ജനിച്ച നാടും വീടും വിട്ട് ഇവിടെ വന്ന് രാവും പകലും കഷ്ടപ്പെടുന്നില്ലേ? എല്ലാവർക്കും ഒന്നും അതിന് മനസ്സ് വരില്ല. നല്ല മനസ്സുള്ളവർക്കേ അതിന് കഴിയൂ. അതുകൊണ്ടാ നിനക്ക് ദൈവത്തിന്റെ മനസ്സാണെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് മാത്രമല്ല, പിന്നെ എത്ര വലിയ ആളായാലും ചെറിയ ആളായാലും നിനക്ക് ഒരുപോലെയാ. ഒരേ കണ്ണുകൊണ്ടേ നീ അവരെ കാണുള്ളൂ. ഒരുപോലെ നീ അവരോട് ഇടപഴകും, ഒരുപോലെ സ്നേഹിക്കും. ദൈവത്തിന് വലിപ്പച്ചെറുപ്പങ്ങളൊന്നുമില്ല. അതുപോലെ പാറുവിനും വലിപ്പച്ചെറുപ്പങ്ങളില്ല. ഇനി പറ, നിനക്ക് ദൈവങ്ങളുടെ മനസ്സാണെന്ന് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ദൈവത്തിന്റെ മനസ്സുള്ള പാറുക്കുട്ടിക്ക് ഈ പ്രിയന്റെ 100,000 പിറന്നാൾ ആശംസകൾ. ഈ നല്ല വാക്കുകൾക്കും പ്രിയൻചേട്ടൻ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനൊക്കെ എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. നന്ദി പറയണമെങ്കിൽ ഇപ്പൊ പറയണം. നേരം വെളുത്ത പിന്നെ എന്നെ കിട്ടില്ല. ഞാൻ വളരെ ബിസി ആയിരിക്കും. പ്രിയൻചേട്ടനെ കാണുമ്പോഴെല്ലാം ഞാൻ മുഖം തിരിച്ചു നടന്നു. ചെയ്യാത്ത കുറ്റം പ്രിയൻചേട്ടൻ ചെയ്തെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. ദേഷ്യപ്പെട്ടു. പറയാൻ പാടില്ലാത്തതെല്ലാം പറഞ്ഞു. എന്നിട്ടും എന്നോട് ദേഷ്യപ്പെട്ടില്ല, ശത്രുവായി കണ്ടില്ല. സ്നേഹിച്ചു, എന്നെ രക്ഷിച്ചു, എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്നു. ഒരുപാട് 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 നന്ദി പ്രിയൻചേട്ടാ. ദൈവത്തിന്റെ മനസ്സുള്ളത് എനിക്കല്ല, പ്രിയൻചേട്ടനാ. ദേഷ്യപ്പെടുന്നവരെയും ശത്രു എന്ന് കണക്കാക്കി അകന്നു മാറി നടക്കുന്നവരെയും സ്നേഹിക്കാൻ ദൈവത്തിന്റെ മനസ്സുള്ളവർക്കേ കഴിയൂ. പ്രിയൻചേട്ടനാ ദൈവം. നാശത്തിന്റെ പടുകുഴിയിൽ വീണു പോവായിരുന്ന എന്നെ രക്ഷിക്കുകയും തെറ്റ് മനസ്സിലാക്കി തരുകയും ചേർത്ത് പിടിക്കുകയും ചെയ്ത പ്രിയൻചേട്ടൻ തന്നെയാ എന്റെ ദൈവം. മതി 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 മതി. ഞാൻ ദൈവത്തിന്റെ കിരീടവും ആഭരണങ്ങളും ഡ്രസ്സും ഒക്കെ ഇട്ട് നടക്കുന്നത് പാറുവെന്ന് ആലോചിച്ച് നോക്കി. ഭയങ്കര ബോറായിരിക്കില്ലേ? അതുകൊണ്ട് ദൈവം ഇത് എന്നെ ദൈവമാക്കരുത്. ഞാൻ മനുഷ്യന്, ഒരു സാധാരണ മനുഷ്യൻ. പാർവതി ആദ്യം വിഷയീകരിക്കേണ്ടത് ഞാനായിരിക്കണമെന്ന് ആഗ്രഹം കൊണ്ടാ 12 മണിയാകാൻ വേണ്ടി ഉറങ്ങാതെ കാത്തിരുന്നത്. കൃത്യം 12 മണിക്ക് വിളിച്ചപ്പോ ലൈൻ ബിസി. ഈ നേരത്ത് ഇവൾ ആരോട് ഇത്ര അധികം സംസാരിക്കുന്നത്? കുറെ സമയം നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. പാറു നല്ല ടയർഡാണെന്നല്ലേ പറഞ്ഞത്. ഇനിയും സംസാരിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല, ഉറങ്ങിക്കോ.
പ്രിയൻ ചേട്ടൻ ഉറങ്ങിക്കോ. ഇന്നെനിക്ക് ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല. അതെന്താ? അതൊക്കെയുണ്ട്. ശരി, ഉറങ്ങിക്കോ. ഉം. അയ്യോ, കൈലാഷ് സാർ എന്നെ വിളിച്ചിരിക്കുന്നു. ഹലോ ഹലോ പാർവതി. ഹലോ കൈലാഷ് സാർ, സാർ എന്നെ വിളിച്ചിരുന്നോ? ഞാൻ കുറെ ട്രൈ ചെയ്തു. 12 മണി മുതൽ തുടങ്ങിയതാ. ഇന്ന് പാർവതിയുടെ ബർത്ത്ഡേ അല്ലേ, വിഷയം വേണ്ടി വിളിച്ചതാ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ പാർവതി. ഹാപ്പി 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 ബർത്ത്ഡേ. താങ്ക് യു സർ. കൃത്യം 12 മണിക്ക് തന്നെ വിഷ് ചെയ്യണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. തന്റെ ഫോൺ ബിസി ആയിരുന്നതുകൊണ്ട് അത് നടന്നില്ല. എന്നാലും ഫസ്റ്റ് ബർത്ത്ഡേ വിഷ് എന്റെ തന്നെയാണല്ലോ അല്ലേ, അത് മതി. ആദ്യം വിളിച്ച് വിഷ് ചെയ്തത് സാറല്ല, സാറ് രണ്ടാമതാ വിളിച്ചേ. രണ്ടാമതോ? ആദ്യം ആരാ വിളിച്ച? പ്രിയൻ ചേട്ടൻ. പ്രിയൻ ചേട്ടൻ കൃത്യം 12 മണിക്ക് തന്നെ വിളിച്ചു, വിഷ് ചെയ്യുകയും ചെയ്തു. കുറേ നേരം സംസാരിച്ചു. ഇത്രയും സമയം ഞാൻ പ്രിയൻ ചേട്ടനോട് സംസാരിച്ചേ. ഞാൻ കുറെ നേരം ട്രൈ ചെയ്തു, അപ്പോഴൊക്കെ ബിസി ആയിരുന്നോ? പ്രിയൻ ചേട്ടന്റെ സംസാരം കേൾക്കാൻ നല്ല രസാ. പ്രിയൻ ചേട്ടൻ എന്താ പറഞ്ഞെന്നറിയോ? എനിക്ക് ദൈവത്തിന്റെ മനസ്സാന്ന്. കൈലാഷ് സാർ, സാർ കേൾക്കുന്നില്ലേ? ആ ഉണ്ട്, കേൾക്കുന്നുണ്ട്. എന്നിട്ട് സാർ എന്താന്നും പറയാത്തെ? അത് എനിക്ക് ആദ്യം വിഷ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ആദ്യം വിഷ് ചെയ്തത് പ്രിയനല്ലേ, അതറിഞ്ഞപ്പോ. സാറിന് വിഷമായോ? വിഷമിച്ചിട്ട് എന്താ കാര്യം പാർവതി? പ്രിയൻ ചേട്ടൻ ഫോൺ ചെയ്തപ്പോ. സാരമില്ല പാർവതി, വിഷമിക്കൊന്നും വേണ്ട. നിന്റെയും പ്രിയന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ഞാൻ ആ സമയത്ത് വിളിക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നില്ലല്ലോ. 1 സെക്കൻഡ് മുന്നേ ഞാൻ തന്നെ വിളിക്കണമായിരുന്നു. ഞാനത് ഓർത്തില്ല. സാറ് ഉറങ്ങാതിരുന്നെ വിഷ് ചെയ്തല്ലോ, പിറന്നാള് വിഷ് ചെയ്തല്ലോ. എനിക്ക് ഒരുപാട് സന്തോഷായി. നിന്റെ ഈ സന്തോഷം കാണുമ്പോ എനിക്ക് അതിലേറെ സന്തോഷമാണ് പാർവതി. നാളത്തെ പ്രോഗ്രാംസ് എന്തൊക്കെയാന്ന് തന്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പറഞ്ഞു. എന്തിനാ സാർ അങ്ങനെയൊക്കെ? ഹോസ്റ്റലിൽ വെച്ച് ഒരു കേക്ക് മുറിക്ക, അത് മാത്രം പോരെ? ജെനിഫറിന്റെ പിറന്നാളൊക്കെ ഞങ്ങൾ അങ്ങനെ ആഘോഷിച്ചത്. ഇത് ജെനിഫറിന്റെ പിറന്നാളല്ല, പാർവതിയുടെ പിറന്നാളാ. അറേഞ്ച് ചെയ്യുന്നത് ഈ കൈലാഷും. അത് ഗ്രാൻഡ് ആയിരിക്കണം.